കാഴ്ചകളുടെ അതിരുകൾക്കപ്പുറം പ്രകൃതിയും ഐതിഹ്യവും ഒരുപോലെ തുന്നിച്ചേർത്ത ഒരു ഭൂപ്രദേശമാണ് പാഞ്ചാലിമേട്. സഹ്യപർവ്വത നിരകളുടെ മടിത്തട്ടിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500-ലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയുടെ സ്വന്തം നാട്. കാലമേൽപ്പിച്ച മുറിവുകളില്ലാതെ പ്രകൃതി അതിന്റെ തനത് ഘടന കാത്തു സൂക്ഷിക്കുന്ന അപൂർവം ചിലയിടങ്ങളിലൊന്നാണ് പാഞ്ചാലിമേട്. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ ഘടന വളരെ സവിശേഷമായ ഒന്നാണ്. വന്യമായ വനപ്രദേശങ്ങൾക്ക് പകരം കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മൊട്ടക്കുന്നുകളാണ് ഇവിടുത്തെ സവിശേഷത. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലേക്ക് സൂര്യൻ അസ്തമിച്ചു മറയുമ്പോൾ പാഞ്ചാലിമേട് മറ്റൊരു ഭാവം കൈക്കൊള്ളുന്നു. ശാന്തതയുടെയും ഏകാന്തതയുടെയും മറ്റൊരു ഭാവം. കോട്ടയം കുമളി പാതയിൽ മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനുമിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പ്രകൃതി വിസ്മയം ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുന്നത് വെറും ഒരു യാത്രയല്ല, മറിച്ച് പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും ഒരു നേർക്കാഴ്ചയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട്. പച്ചപ്പുല്ല് വിരിച്ച മൊട്ടക്കുന്നുകളും നിമിഷനേരം കൊണ്ട് നമ്മളെ മൂടിക്കളയുന്ന മഞ്ഞുകണങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല പാഞ്ചാലിമേട്. ഇതിനു പിന്നിൽ ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വന്നു താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. പാഞ്ചാലിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ പാറ ഇവിടെയുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുൽമേടുകളെ തഴുകി വരുന്ന തണുത്ത കാറ്റേറ്റ് അസ്തമയ സൂര്യന്റെ മനോഹരമായ ഭംഗി കാണാൻ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകളാണ് ഇവിടെ വരാറുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേടിന്റെ ഭൂപ്രകൃതി ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പാർന്ന മൊട്ടക്കുന്നുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നമ്മൾ നടന്നു കയറുന്ന ഓരോ കുന്നിൻ മുകളിലേക്ക് എത്തുമ്പോഴും ചുറ്റുമുള്ള പശ്ചിമഘട്ട മലനിരകളുടെയും ആഴമേറിയ താഴ്വരകളുടെയും ഒരു വലിയ കാഴ്ചയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. പാഞ്ചാലിമേടിന്റെ കാലാവസ്ഥയുടെ ഘടനയും പ്രകൃതിയും മിനിറ്റുകൾ കൊണ്ടാണ് മാറിമറിയുന്നത്. ഈ കുന്നുകൾക്ക് മുകളിൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ചില വിസ്മയങ്ങളുണ്ട്. നമ്മെ ഓരോരുത്തരെയും അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ച. പ്രകൃതിയെ തൊട്ടറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ സഞ്ചാരികൾക്കും വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് പാഞ്ചാലിമേട്. ഇപ്പൊ ഒരു ആന വരണം, ഓടാൻ പോലും പറ്റത്തില്ല, തുരിഞ്ഞ വഴിയാ ഇവിടത്തെ. അപ്പൊ എടാ പോടാ, ആനയൊക്കെയാണോ? എങ്ങോട്ട് വളയാനാ നോക്കി. ഇവിടെ മഞ്ഞ് പെയ്യാറില്ല, മഞ്ഞ് നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കാറാണ് പതിവ്. മലനിരകളുടെ നഗ്നത മറയ്ക്കാനെന്നോണം ആകാശത്ത് നിന്ന് വീഴുന്ന വെളുത്ത പട്ടുതൂവാലയാണ് ഇവിടുത്തെ മൂടൽ മഞ്ഞ്. ഒരു നിമിഷം ആ മഞ്ഞ് നിങ്ങളെ പൂർണ്ണമായും മൂടും. തൊട്ടടുത്ത നിമിഷം പ്രകൃതി ഒരു മാന്ത്രികനെ പോലെ ആ മഞ്ഞിനെ വകഞ്ഞു മാറ്റി താഴ്വരയുടെ വശ്യസൗന്ദര്യം നമുക്ക് മുന്നിൽ തുറന്നിരിക്കും. മലയിടുക്കുകളിൽ നിന്ന് പാഞ്ഞു വരുന്ന കാറ്റിന് ഇവിടെ ഒരു പ്രത്യേക താളമുണ്ട്. അത് പുൽമേടുകളെ തലോടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പ്രകൃതിയുടെ ഒരു ശാന്തമായ സംഗീതം പോലെയാണ്. ആ കാറ്റിന് നിങ്ങളെ തണുപ്പിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലെ എല്ലാ തിരക്കുകളെയും ഒഴുക്കിക്കൊണ്ടുപോകാനും കഴിവുണ്ട്. ഇവിടെ വരുമ്പോൾ കണ്ണുകൾ അടച്ച് ആ കാറ്റിന്റെ സംഗീതത്തിന് കാതോർക്കണം. അവിടെ ആ മല ഇവിടൊക്കെ ആയിരിക്കട്ടെ, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കാണും, നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ കാണും. ചില സമയങ്ങളിൽ നിങ്ങൾ ഈ മലമുകളിൽ നിൽക്കുമ്പോൾ ആകാശം നിങ്ങൾക്ക് താഴെയാണെന്ന് തോന്നും. താഴ്വരകളിൽ മേഘങ്ങൾ വന്ന് നിറയുമ്പോൾ നമ്മൾ ഏതോ ഒരു മേഘമാളികയ്ക്ക് മുകളിൽ നിൽക്കുകയാണെന്ന വിസ്മയം തോന്നും. ഭൂമിയും ആകാശവും തമ്മിൽ അതിരുകളില്ലാതെ ഒന്നാകുന്ന ഇടമാണ് ഇത്.
പകൽ വെളിച്ചം വിട പറയുമ്പോൾ പാഞ്ചാലിമേട് ഒരു വല്ലാത്ത മൗനത്തിലേക്ക് വഴിമാറും. മഞ്ഞിന്റെ തണുപ്പിന് കാഠിന്യമേറും, കാറ്റിന്റെ ചൂളം വിളിക്ക് വേഗത കൂടും. അത് നമ്മളോട് പതുക്കെ പറയാതെ പറയും, ഇനി മലയിറങ്ങും. പക്ഷേ ഇവിടുത്തെ കാറ്റും തണുപ്പും പച്ചപ്പും ഒരിക്കൽ ആസ്വദിച്ചവർക്ക് അങ്ങനെ എളുപ്പത്തിൽ ഇവിടം വിട്ടു പോകാൻ കഴിയില്ല. നമ്മൾ ശരീരം കൊണ്ട് മാത്രം മലയിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ ഭാഗം ഈ മഞ്ഞിന്റെ മടിത്തട്ടിൽ പ്രകൃതിക്ക് കാവലായി നമ്മൾ അറിയാതെ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം.